ന്യൂസ് മലയാളം പുറത്തുവിട്ട ആ വാർത്തയിൽ ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന നിർണായക യോഗത്തിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം. അജിത്തിന് സായുധ ബറ്റാലിയന്റെ ചുമതല മാത്രം. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശങ്കയായിരുന്നു എപ്പോൾ അത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ADGP തെറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയുടെ മേൽനോട്ടത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാം. ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവധി ദിവസമായിട്ട് കൂടി വളരെ അസാധാരണമായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി T ശശിയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷും ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. ആ നിർണായകമായ കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ മുഖ്യമന്ത്രിയും തീരുമാനിച്ചു. അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. ഉത്തരവ് ഇറങ്ങുന്നത് ഒരുപക്ഷെ ഇന്ന് അവധി ദിവസമായതിനാൽ ഒരുപക്ഷെ ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കില്ല. പക്ഷെ നാളെ ഉത്തരവ് ഇറങ്ങും. നമ്മൾ 3 ദിവസം മുമ്പാണ് ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നുള്ള വാർത്ത നമ്മൾ ലോകത്തെ അറിയിച്ചത്. പക്ഷേ നമ്മൾ പറഞ്ഞ 2 ദിവസം എന്നുള്ളത് 3 ദിവസമായി. അതിന് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം റിപ്പോർട്ട് കിട്ടിയാൽ 2 ദിവസങ്ങളിൽ മാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് റിപ്പോർട്ട് ലഭിക്കേണ്ടിയിരുന്ന ദിവസമായിരുന്നു. പക്ഷേ പിന്നീട് ഇന്നലെ മാത്രമാണ് ഈ DGPയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചത് ഇന്നലെ 8:30 കൂടിയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും KK രാഗേഷും ഉൾപ്പെടെയുള്ളവർ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ആ സമയത്തും നമ്മൾ വാർത്ത നൽകി. അവർ അങ്ങനെ കൂടിക്കാഴ്ച നടത്തുകയാണെന്ന്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഒരു വിശദീകരണം വന്നു. ഇത് സ്വാഭാവിക നടപടി മാത്രമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ അദ്ദേഹത്തെ വന്ന് കാണുന്നത് ദൈനംദിന പരിപാടികളുമായി ബന്ധപ്പെട്ടാണെന്നുള്ള വിശദീകരണം വന്നു. അപ്പോൾ നമ്മൾ പറയുന്നു അങ്ങനെ ഒരു സാധാരണ ദിവസമല്ല ഇന്ന്. കാരണം ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള CPIയുടെ സമ്മർദ്ദം നിൽക്കുന്ന നാളെ നിയമസഭ ചേരുന്ന ദിവസത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ആ ഘട്ടം മുതൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് 7 മണിയോടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയത്. ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകണം എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളോട് പറയുകയായിരുന്നു. അവർ അവിടേക്ക് എത്തിക്കുന്നു. അപ്പോഴേക്കും അവിടെ P ശശിയും KK രാഗേഷും ഉണ്ടായിരുന്നു. ആ ഏകദേശം അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ ഏറ്റവും ഒടുവിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ വാർത്ത ലോകത്തെ അറിയിക്കുന്നു. ഏതായിരുന്നാലും ഈ ഉത്തരവ് ഇറങ്ങാനുള്ള സാങ്കേതിക കാലതാമസം മാത്രമാണ് ഇനി ഉള്ളത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. സ്വാതി. VS അനു കുറച്ച് മുൻപാണ് VS അനു തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് DGP അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞത് ഇത് ദിവസേനയുള്ള അല്ലെങ്കിൽ ദൈനംദിനമുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാണെന്നാണ്. എന്നാൽ ഇത്ര നിർണായകമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച ആയിരുന്നില്ലേ അത്? വൈകിട്ട് 8:30 നമ്മൾ 7 മണിയോടുകൂടി നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. അത് ഈ ADGPക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷം 8 മണിയോടുകൂടി ആണ് ഈ തീരുമാനത്തെ 8:30 ഓഫീസിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 8:30 തന്നെ ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹയ്ക്ക് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ റിപ്പോർട്ട് എത്തിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഈ അടിയന്തര കൂടിക്കാഴ്ച ഇന്ന് ക്ലിഫ് ഹൗസിൽ നടന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ വൈകിട്ട് പങ്കെടുക്കുകയും അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ എത്തുകയുമായിരുന്നു. ആ തീരുമാനമെടുത്ത് അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ന്യൂസ് മലയാളം ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അദ്ദേഹം അവിടുന്ന് പോകുന്ന ദൃശ്യങ്ങൾ നമുക്കുണ്ട്. അതിനുശേഷം ആണ് നമുക്ക് ഈ കൃത്യമായ വ്യക്തമായ തീരുമാനം നമ്മൾ അറിയുന്നത്. ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത ന്യൂസ് മലയാളം ലോകത്തെ അറിയിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇനി ഉണ്ടാകേണ്ടത് ഒരു സാങ്കേതിക നടപടി.